കൊച്ചി കലൂരിലെ സ്പോയിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുന്നു. തെളിവെടുപ്പിൽ വടിവാളും കത്തികളും പിടിച്ചെടുത്തു. 4 പ്രതികളാണ് കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായത്. സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. സഹിൻ, തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? വീണ, കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം നോർത്തിലെ സ്പായിൽ ഇത്തരത്തിൽ 4 ഗുണ്ടകളെത്തി അവിടെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ ഇതിന് തൊട്ടടുത്താണ് സ്പായ ഉള്ളത്. അവിടെ 4 ഗുണ്ടകളെത്തി ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ 2 പേരെ ആക്രമിക്കുകയും ചെയ്തത്. അവിടെ തെളിവെടുപ്പായിരുന്നു അല്പനേരം മുമ്പുണ്ടായിരുന്നത്. ഈ കാണുന്നത് പോലെ കത്തിയും വടിവാളും അടക്കമാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. സാറേ, ഈ പ്രതികൾ 45-ലധികം കേസിൽ പ്രതികളാണോ? അതെ, 45-ലധികം കേസുകൾ പ്രതികളാണ്. സാർ, എന്ത് ഇത് സംഭവിച്ചത്? അവിടെ നിന്ന് ഒരാൾ വരുന്ന സുഹൃത്താണ്. ഈ പരാതിക്കാരൻ്റെ സുഹൃത്താണ് ഒരാൾ. അയാൾ സൗഹൃദത്തിൽ വന്നിട്ട് രാത്രി വന്ന് 2 മണിക്ക് ശേഷം വന്നിട്ട് ആക്രമണം നടത്തി. കാറും ഈ ലാപ്പും അതുപോലെ തന്നെ മൊബൈലും കുറച്ച് സ്വർണം, മൂക്കുത്തിയും സ്റ്റഡും ഒക്കെ കൊണ്ടിട്ടുണ്ട്. സ്ത്രീകളടക്കം ആക്രമിക്കുകയും ചെയ്തു. സ്ത്രീകളെ ആക്രമിച്ചു. അതിനെയാണ് വീണ സ്ത്രീകളടക്കം ആക്രമിച്ച 4 പ്രതികളെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ പ്രതികൾ ഈ കാണുന്നത് പോലെ തന്നെ വടിവാള് ഒപ്പം തന്നെ കടാര അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ആക്രമണത്തിനെത്തിയത്. ഇവരെ 4 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അല്പനേരം മുൻപാണ് ഈ പ്രതികളെ പോലീസ് ഇന്നലെയാണ് ഈ പ്രതികളെ പോലീസ് പിടിച്ചത്. ഇവരിപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പ്രതികൾ തന്നെ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്ത്രീകളെ കൊടുത്തിട്ട് ഇവിടെ സെക്സ് റാക്കറ്റിനും ഇത് MDMA റാക്കറ്റൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് മിജോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് അടിച്ചിട്ടുള്ളത്. അത് അവനക്ക് അനിവാര്യമാണ്. ഇനി അതുപോലത്തെ വ്യക്തികളുണ്ടെങ്കിൽ ഇനിയും തല്ലും. ഇത് എൻ്റെതായാണ്. എൻ്റെ പേര് ടോക്സിക് സിയാദ്. ഇത് തന്നെയാണ്, അതായത് അവരെപ്പോഴും പറയുന്നത് തങ്ങൾ ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ പ്രതികൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത് ഇവർ 4 പേരും ചേർന്നുകൊണ്ട് ഇവിടെ ആക്രമണം നടത്തുകയായിരുന്നു. സ്ത്രീകളെ അടക്കം ആക്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ കടാരയും ഒപ്പം തന്നെ വടിവാളും അടക്കമുള്ള സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് അല്പനേരം മുൻപാണ് പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സഹിൻ, ഈ 4 പ്രതികളെയാണ് ഇപ്പോൾ കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് സംസാരിച്ചതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റു രീതിയിൽ അല്ലെങ്കിൽ പ്രശ്നക്കാരാണോ ഇവർ? അത്തരത്തിൽ എന്തെങ്കിലും പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ടോ? മറ്റ് കേസുകളിൽ എപ്പോഴെങ്കിലും പ്രതിയാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്ന ആളുകളാണോ ഇവർ? 45ഓളം കേസുകളിൽ പ്രതികളാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 34 കേസ് വിട്ടുപോയി എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. ഇനി 11 കേസുകൾ ശേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ കാപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതിയടക്കം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പ്രതികൾ അവരുടെ ന്യായീകരണമായി പറയുന്നത് ഈ സ്പായിൽ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആക്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് പോലീസിനെയാണ് വിവരം അറിയിക്കേണ്ടിയിരുന്നത്. ഇത്തരം പ്രതികൾ അവിടെ എത്തി ആക്രമണം നടത്തുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇത് ഇവർ അവിടെ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ശരി, എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകുകയായിരുന്നു സഹിൻ ആന്റണി.